കുറച്ചു ദിവസങ്ങൾക്കു മുൻപ് ഒരു പൊതു ചർച്ച എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കേവലം ഭക്ഷണത്തെക്കുറിച്ചായിരുന്നില്ല, അത് കേവലം രാഷ്ട്രീയത്തെക്കുറിച്ചുമായിരുന്നില്ല, അതിലും ആഴമുള്ള എന്തോ ഒന്നിനെക്കുറിച്ചായിരുന്നു. ചോദ്യം ഇതായിരുന്നു: നാം ജനങ്ങളെ സേവിക്കുമ്പോൾ ആരുടെ പേരാണ് കാണപ്പെടേണ്ടത്? ദാനധർമ്മം ഒരു കക്ഷിയുടെ പതാക വഹിക്കണോ? സേവനം ഒരു പരസ്യമായി മാറണോ? അതോ സ്നേഹം വെറും സ്നേഹമായി തുടരണോ? ഏതെങ്കിലും രാഷ്ട്രീയ വിവാദത്തിൽ പക്ഷം ചേരാൻ എനിക്കിന്ന് താൽപ്പര്യമില്ല. സർക്കാരുകൾ മാറും, നയങ്ങൾ മാറും, കക്ഷികൾ മാറും, എന്നാൽ സുവിശേഷം മാറുന്നില്ല. എങ്കിലും ഈ വിവാദം നമ്മെ ആഴമേറിയ ഒരു ചോദ്യത്തിലേക്ക് നയിക്കുന്നു. ഞാൻ ഒരാളെ സഹായിക്കുമ്പോൾ ആരുടെ പതാകയാണ് ഞാൻ വഹിക്കുന്നത്? എന്റേതോ? എന്റെ കുടുംബത്തിന്റേതോ? എന്റെ സംഘടനയുടേതോ? അതോ ക്രിസ്തുവിന്റെ കുരിശോ? അതുതന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഉന്നയിക്കുന്ന ചോദ്യം. യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇടയിൽ കയറി പറഞ്ഞു: അങ്ങയുടെ അമ്മയും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നു. അവർ അങ്ങയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു എല്ലാം നിർത്തിവെച്ച് ഉടനെ കുടുംബത്തിന്റെ അടുത്തേക്കു പോകുമെന്നായിരിക്കും ജനക്കൂട്ടം പ്രതീക്ഷിച്ചത്. എന്നാൽ പകരം യേശു ഞെട്ടിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു: ആരാണ് എന്റെ അമ്മ? ആരാണ് എന്റെ സഹോദരന്മാർ? പിന്നീട് ശിഷ്യന്മാരുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു: സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവൻ ആരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. ആദ്യം കേൾക്കുമ്പോൾ ഈ വാക്കുകൾ കഠിനമായി തോന്നിയേക്കാം. യേശു മറിയത്തെ തിരസ്കരിച്ചോ? ഒരിക്കലുമില്ല. യേശുവിനേക്കാൾ മറിയത്തെ ബഹുമാനിച്ച ആരുമില്ല. യഥാർത്ഥത്തിൽ മറിയം ഏറ്റവും വലിയ ശിഷ്യയായതിന്റെ കാരണം അവിടുന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. യേശുവിനെ പ്രസവിച്ചതുകൊണ്ട് മാത്രമല്ല മറിയം മഹതിയായത്. ദൈവഹിതത്തിനു തന്നെ പൂർണ്ണമായി സമർപ്പിച്ചതുകൊണ്ടാണ്. അങ്ങയുടെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. യേശു സൃഷ്ടിച്ചുകൊണ്ടിരുന്ന പുതിയ കുടുംബത്തിലെ ആദ്യാംഗമായി മറിയം മാറി. രക്തബന്ധത്തിന്റെ മാത്രമല്ല, വിശ്വാസത്തിന്റെ കുടുംബം. യേശു കുടുംബത്തെ നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അവിടുന്ന് അതിനെ വിശാലമാക്കുകയാണ്. ദൈവരാജ്യം നമ്മുടെ കുടുംബപ്പേരിനേക്കാൾ വലുതാണെന്ന് അവിടുന്ന് നമ്മോട് പറയുന്നു. നമ്മുടെ ഭാഷയേക്കാൾ, ജാതിയേക്കാൾ, രാഷ്ട്രീയ കക്ഷിയേക്കാൾ, രാഷ്ട്രത്തെക്കാൾ, നാം സൃഷ്ടിക്കുന്ന ഓരോ അതിർത്തിയേക്കാളും വലുതാണ്. കാരണം പിതാവിന്റെ കുടുംബത്തിന് അതിർത്തികളില്ല. ബന്ധത്തിൽ അധിഷ്ഠിതമായ വിശ്വാസം. സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് ദൈവം ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ദൈവം ബന്ധങ്ങൾ സൃഷ്ടിച്ചു: വിവാഹം, കുടുംബം, സൗഹൃദം, സമൂഹം. നമ്മുടെ വിശ്വാസം മുഴുവൻ അവിടെയാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തുമതം കേവലം കൽപ്പനകളുടെ മതമല്ലാത്തത്. ചിലപ്പോൾ നാം നമ്മുടെ വിശ്വാസത്തെ നിയമങ്ങളിലേക്കും ഉപദേശങ്ങളിലേക്കും ബാധ്യതകളിലേക്കും ആചാരങ്ങളിലേക്കും ചുരുക്കുന്നു. എന്നാൽ അതിന്റെ ഹൃദയത്തിൽ ക്രിസ്തുമതം ആദ്യം ഒരു ബന്ധമാണ്. വിശ്വാസത്തിലും വാത്സല്യത്തിലും പ്രതിബദ്ധതയിലും വിശ്വസ്തതയിലും കൂറിലും ദയയിലും കരുണയിലും ക്ഷമയിലും പിന്തുണയിലും സംരക്ഷണത്തിലും പ്രോത്സാഹനത്തിലും അധിഷ്ഠിതമായ ബന്ധം. അതുകൊണ്ടാണ് വിശുദ്ധ കുരിശിന്റെ ജോൺ ക്രൈസ്തവ ജീവിതം മുഴുവൻ ഒറ്റ വാക്യത്തിൽ സംഗ്രഹിച്ചത്: ജീവിതസായാഹ്നത്തിൽ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നാം വിധിക്കപ്പെടുക. നമുക്ക് എത്ര അറിവുണ്ടായിരുന്നു എന്നല്ല, നാം എത്ര സ്ഥാനപ്പേരുകൾ വഹിച്ചു എന്നല്ല, നമുക്ക് എത്ര സ്വാധീനമുണ്ടായിരുന്നു എന്നല്ല, മറിച്ച് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സ്നേഹമാണ് അളവുകോൽ. സ്നേഹമാണ് പരീക്ഷ. സ്നേഹമാണ് അവസാന റിപ്പോർട്ട് കാർഡ്. എത്രയോ ചെറുതായ നമ്മുടെ സ്നേഹം. എന്നിട്ടും നമ്മുടെ സ്നേഹം പലപ്പോഴും വളരെ ചെറുതായി തുടരുന്നു. നമ്മുടേതായവരെ, നമ്മുടെ കുടുംബം, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നമ്മെപ്പോലെ ചിന്തിക്കുന്നവർ, നമ്മെപ്പോലെ വോട്ട് ചെയ്യുന്നവർ, നമ്മെപ്പോലെ പ്രാർത്ഥിക്കുന്നവർ, നമ്മെപ്പോലെ ജീവിക്കുന്നവർ, സ്വാഭാവികമായി നാം സ്നേഹിക്കുന്നു. യേശു പറയുന്നു, അത് വെറും തുടക്കം മാത്രമാണ്. ദൈവത്തിന്റെ കുടുംബം അതിലും വളരെ വലുതാണ്. യാത്ര ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. പലരും തങ്ങളുടെ വീടുകൾ മനോഹരമായി വൃത്തിയാക്കി സൂക്ഷിക്കുന്നു. എല്ലാം ചിട്ടയായി അടുക്കിവച്ചിരിക്കുന്നു. എല്ലാം തിളങ്ങുന്നു. ഓരോ മുറിയും വൃത്തിയാണ്. എന്നാൽ പടിക്കൽ കടന്നാൽ റോഡരികിൽ പ്ലാസ്റ്റിക്, പൊതുസ്ഥലങ്ങളിൽ മാലിന്യം. തെരുവ് എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് ആർക്കും ഉത്തരവാദിത്വം തോന്നുന്നില്ല. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു ചിത്രമല്ലേ? എന്റെ വീട് വൃത്തിയാണ്. എന്റെ കുടുംബം സൗകര്യപ്രദമാണ്. എന്റെ കുട്ടികൾ സുരക്ഷിതരാണ്. എന്നാൽ ദൈവത്തിന്റെ വലിയ കുടുംബത്തിന്റെ കാര്യമോ? മറ്റൊരു അയൽപ്പക്കത്തെ ദരിദ്രനായ കുട്ടി, ഒറ്റയ്ക്ക് മരിക്കുന്ന വൃദ്ധൻ, കുടിയേറ്റ തൊഴിലാളി, ആശുപത്രിക്കു പുറത്ത് ഉപേക്ഷിക്കപ്പെട്ട രോഗി, ഏകാകിയായ അയൽക്കാരൻ, അഭയാർത്ഥി, മറക്കപ്പെട്ടവർ. ചിലപ്പോൾ നാം ദൈവത്തിന്റെ ലോകത്തെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ സ്വകാര്യ ലോകത്തെ സംരക്ഷിക്കുന്നു. നമ്മുടെ വീട് ഒരു ഉറവയാകുന്നതിനുപകരം ഒരു കോട്ടയായി മാറുന്നു. യേശു അതനുവദിക്കുന്നില്ല. അവിടുന്ന് രക്തബന്ധത്തിന് പുറം ചൂണ്ടിക്കാണിക്കുന്നു. രക്തബന്ധം പ്രധാനമല്ലാഞ്ഞിട്ടല്ല, മറിച്ച് കൃപ അതിലും വലുതായതുകൊണ്ടാണ്.
രക്തം വെള്ളത്തേക്കാൾ കട്ടിയാണ് എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്, അതിൽ സത്യമുണ്ട്. കുടുംബം നമ്മുടെ സ്നേഹം അർഹിക്കുന്നു. മാതാപിതാക്കൾ നമ്മുടെ പരിചരണം അർഹിക്കുന്നു. മക്കൾ നമ്മുടെ ത്യാഗം അർഹിക്കുന്നു. എന്നാൽ ചിലപ്പോൾ രക്തബന്ധങ്ങൾ പക്ഷപാതത്തിന്റെയും ഭിന്നതയുടെയും ഒഴിവാക്കലിന്റെയും വലയങ്ങളായി മാറാം. എന്റെ ആളുകൾ, എന്റെ സമൂഹം, എന്റെ കൂട്ടം, എന്റെ താൽപ്പര്യങ്ങൾ. യേശു ആ വലയങ്ങളെ സൗമ്യമായി തകർക്കുന്നു. എന്റെ കുടുംബം, അവിടുന്ന് പറയുന്നു, പിതാവിന്റെ ഹിതം ചെയ്യുന്ന എല്ലാവരുമാണ്. അതാണ് സഭ. ജൈവശാസ്ത്രത്തിൽ നിന്നല്ല, മാമ്മോദീസയിൽ നിന്ന് ജനിച്ച ഒരു കുടുംബം. ഒന്നും ചെലവാക്കാത്ത ദാനം. മറ്റൊരു വിചിത്രമായ വൈരുദ്ധ്യമുണ്ട്. മനുഷ്യർ പൊതുവെ പണം ചെലവാകുന്നതിനെ വിലമതിക്കുന്നു. എന്തെങ്കിലും വിലയേറിയതാണെങ്കിൽ നാം അതിനെ ആദരിക്കുന്നു, സൗജന്യമാണെങ്കിൽ പലപ്പോഴും അവഗണിക്കുന്നു. എന്നാൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ദാനം പൂർണ്ണമായും സൗജന്യമായിരുന്നു. പരിശുദ്ധാത്മാവ്, കൃപ, ക്ഷമ, രക്ഷ. നമ്മിൽ ആരും അത് നേടിയെടുത്തതല്ല, എല്ലാം സൗജന്യമായി നൽകപ്പെട്ടതാണ്. കൃപ സൗജന്യമായതുകൊണ്ടു തന്നെയായിരിക്കാം നാം ചിലപ്പോൾ അതിനെ വിലമതിക്കാതെ പോകുന്നത്. എന്നാൽ ഈ സൗജന്യദാനം എല്ലാം മാറ്റുന്നു. ദൈവം നമ്മെ സൗജന്യമായി സ്നേഹിച്ചെങ്കിൽ നാമും സൗജന്യമായി സ്നേഹിക്കണമെന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നു. കണക്കുകൂട്ടലില്ലാതെ, കയ്യടി പ്രതീക്ഷിക്കാതെ, അംഗീകാരം തേടാതെ. യേശു പറഞ്ഞു, ദാനധർമ്മം ചെയ്യുമ്പോൾ നിന്റെ മുന്നിൽ കാഹളം ഊതരുത്. യഥാർത്ഥ ദാനധർമ്മം സ്വയം പരസ്യപ്പെടുത്തുന്നില്ല. യഥാർത്ഥ സ്നേഹം പ്രശസ്തി തേടുന്നില്ല. കുരിശ് ഒരു കക്ഷിയുടെ ചിഹ്നമല്ല, കുരിശ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. യേശു അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ, നീ ഏതു കക്ഷിയിൽപ്പെട്ടവനാണ് എന്ന് അവിടുന്ന് ഒരിക്കലും ചോദിച്ചില്ല. അവിടുന്ന് വിശക്കുന്നവരെ വെറുതെ ഭക്ഷിപ്പിച്ചു. വിശക്കുന്ന ഒരു കുട്ടി ആ ഭക്ഷണം ആരാണ് ദാനം ചെയ്തെന്ന് ചോദിക്കുന്നില്ല. തീവ്രപരിചരണ വിഭാഗത്തിനു പുറത്ത് കാത്തിരിക്കുന്ന ഒരു രോഗി ആ ഭക്ഷണം ഏതു സംഘടനയാണ് പാകം ചെയ്തെന്ന് ആദ്യം ചോദിക്കുന്നില്ല. വിശപ്പിന് രാഷ്ട്രീയ കക്ഷിയില്ല, വേദനയ്ക്ക് മതമില്ല, കണ്ണീരിന് ദേശീയതയില്ല. സ്നേഹത്തിനും അതിർത്തികൾ ഉണ്ടാകരുത്. അതിർത്തികളില്ലാത്ത ഒരു കുടുംബം. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ഫ്രെത്തെല്ലി തൂത്തിയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നാം സഹോദരീ സഹോദരന്മാരാണെന്നും ഏതു അതിർത്തിക്കുമപ്പുറം എത്തുന്ന ഒരു സാഹോദര്യത്തിലേക്ക് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നും. സുഡാനിലെ ഒരു കുട്ടിയുടെ വേദന. മധ്യപൂർവ്വദേശത്തെ ക്രൈസ്തവരുടെ കഷ്ടത. ഇറ്റലിയിലെ ഒരു വൃദ്ധയുടെ ഏകാന്തത. ഇന്ത്യയിലെ ഒരു ആദിവാസി കുടുംബത്തിന്റെ ദാരിദ്ര്യം. മറ്റൊരു രാജ്യത്തെ ദുരന്തം. ഇവയൊന്നും മറ്റാരുടെയോ പ്രശ്നമല്ല, അവ നമ്മുടെ കുടുംബത്തിന്റേതാണ്. കാരണം ക്രിസ്തുവിൽ അപരിചിതരില്ല, സഹോദരീ സഹോദരന്മാർ മാത്രം. അതുകൊണ്ടായിരിക്കാം യേശു ശിഷ്യന്മാരുടെ നേരെ കൈ നീട്ടിയത്. അവിടുന്ന് ചൂണ്ടിക്കാണിച്ചത് എവിടേക്കാണെന്ന് ശ്രദ്ധിക്കുക. ഒരു കെട്ടിടത്തിലേക്കല്ല, ഒരു സ്ഥാപനത്തിലേക്കല്ല, മറിച്ച് ജനങ്ങളിലേക്ക്. സഭ ആദ്യം ഒരു ഘടനയല്ല, അത് ഒരു കുടുംബമാണ്. അതിൽ ഓരോ അംഗവും മറ്റൊരാളുടെ ഭാരം വഹിക്കുന്നു. ഇന്ന് യേശു ഓരോരുത്തരോടും ചോദിക്കുന്നു, നിന്റെ കുടുംബം എത്ര വലുതാണ്? അത് നിന്റെ ഭക്ഷണമേശയിൽ അവസാനിക്കുന്നുവോ, അതോ ദൈവത്തിന്റെ ഹൃദയത്തോളം എത്തുന്നുവോ? ജീവിതസായാഹ്നത്തിൽ നിന്റേതായതിനെ നീ എത്ര ശ്രദ്ധയോടെ സംരക്ഷിച്ചു എന്ന് യേശു ചോദിക്കില്ല. അവിടുന്ന് ചോദിക്കും, എന്റെ സ്നേഹത്തിന് നിന്റെ ഹൃദയത്തെ എത്രത്തോളം വിശാലമാക്കാൻ നീ അനുവദിച്ചു? കാരണം കാൽവരിയിൽ വച്ച് യേശു നസ്രത്തിലെ ഒരു കുടുംബത്തെ അതിർത്തികളില്ലാത്ത ഒരു കുടുംബമാക്കി മാറ്റി. ഈ ദിവ്യബലിമേശയെ സമീപിക്കുമ്പോൾ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തിന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. ദേവാലയവാതിൽക്കൽ ഇരിക്കുന്ന ഭിക്ഷക്കാരനിൽ ക്രിസ്തുവിനെ കണ്ടെത്താൻ നിനക്കു കഴിയുന്നില്ലെങ്കിൽ തിരുവോസ്തിയിലും നീ അവിടുത്തെ കണ്ടെത്തുകയില്ല. ഇന്നും യേശു കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നു, ഒരു കുടുംബത്തിലേക്കോ ഒരു രാഷ്ട്രത്തിലേക്കോ ഒരു സമൂഹത്തിലേക്കോ മാത്രമല്ല, മറിച്ച് ലോകം മുഴുവനിലേക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ഇതാ എന്റെ അമ്മ, ഇതാ എന്റെ സഹോദരന്മാർ, ഇതാ എന്റെ സഹോദരിമാർ. ആ കുടുംബത്തിൽ ചേരാനുള്ള ധൈര്യം നമുക്കുണ്ടാകട്ടെ, പേരിൽ മാത്രമല്ല, സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവിന്റെ ഹിതം ചെയ്തുകൊണ്ട്. ആമേൻ.